വോട്ടെടുപ്പിന് ഇനി 4 ദിവസം ശേഷിക്കെ തിരഞ്ഞെടുപ്പിൽ കല്ലുകടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ സജ്ജമാക്കിയിരിക്കുന്ന വോട്ടിംഗ് വിപാറ്റ് യന്ത്രങ്ങളിൽ വ്യാപക തകരാർ കണ്ടെത്തി. വോട്ടെടുപ്പിന് 4 നാൾ മാത്രം ശേഷിക്കെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപക തകരാർ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥരിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പതിക്കാൻ പുറത്തെടുത്തപ്പോഴാണ് ചില യന്ത്രങ്ങൾക്ക് ഗുരുതരമായ തകരാറുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതുമൂലം പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രം ക്രമീകരിക്കുന്നത് പൂർത്തിയായിട്ടില്ല. പല ജില്ലകളിലും യന്ത്രങ്ങൾക്ക് കേടുപാടുണ്ടെന്ന് ബോധ്യമായതോടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്നലെ രാത്രി 9:30 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 3000 വോട്ടിംഗ് യന്ത്രങ്ങൾ കൊച്ചിയിലെത്തിച്ചു. 1500 VVPAT യന്ത്രങ്ങൾ റോഡ് മാർഗവും എത്തിച്ചിട്ടുണ്ട്. ഇവ ജില്ലകളിലേക്ക് കൈമാറി അടിയന്തരമായി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പതിക്കാനാണ് നിർദ്ദേശം. എറണാകുളം കളക്ടറേറ്റിൽ പ്രത്യേക ക്യാമ്പ് തുറന്നാണ് യന്ത്രങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നത്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ വൻ സുരക്ഷാ വലയം തീർത്താണ് കളക്ടറേറ്റിൽ ഇവയുടെ പരിശോധന. പുതുതായി കൊണ്ടുവന്ന VVPAT യന്ത്രങ്ങൾ പരിശോധിച്ച് കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കാൻ ഹൈദരാബാദ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ വിദഗ്ധർ കൊച്ചിയിലെത്തി. ഭൂരിഭാഗം ജില്ലകളിലും ബൂത്തുകളിൽ ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങൾ സജ്ജമായി കഴിഞ്ഞെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവിടങ്ങളിൽ പല യന്ത്രങ്ങളും തകരാറിലായതിനാൽ റിസർവിൽ സൂക്ഷിക്കാൻ നൽകിയിരുന്ന യന്ത്രങ്ങൾ കൂടി എടുത്താണ് ബൂത്തുകളിലേക്കുള്ള യന്ത്രങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇന്നലെ എത്തിച്ച യന്ത്രങ്ങൾ ഉപയോഗിച്ചും ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പതിക്കാൻ പൂർത്തിയാക്കാൻ അടിയന്തര നടപടികളാണ് കൈക്കൊള്ളുന്നത്. ഏതെങ്കിലും ബൂത്തിൽ വോട്ടിങ്ങിനിടെ യന്ത്രം തകരാറിലായാൽ പകരം നൽകാനാണ് റിസർവായി യന്ത്രം കരുതുന്നത്. ഇന്നലെ രാത്രി എത്തിച്ച യന്ത്രങ്ങൾ കൂടി സജ്ജമാകുന്നതോടെ കുറ്റമറ്റ വോട്ടിംഗ് സാധ്യമാകുന്ന വിലയിരുത്തലിലാണ് അധികൃതർ. തകരാറിലായത് 307 VVPAT യന്ത്രങ്ങളാണ്. എറണാകുളം, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രം 307 VVPAT യന്ത്രങ്ങളിലാണ് തകരാർ കണ്ടെത്തിയത്. 249 കൺട്രോൾ യൂണിറ്റുകളും 144 ബാലറ്റ് യൂണിറ്റുകളും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് ബോധ്യമായതിനെ തുടർന്ന് അവ മാറ്റിവെച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആലുവ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും പതിച്ച വേളയിൽ 32 VVPAT യന്ത്രങ്ങളും 29 കൺട്രോൾ യൂണിറ്റും 20 ബാലറ്റ് യൂണിറ്റും പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. കളമശ്ശേരിയിൽ 21 VVPATും 13 കൺട്രോൾ യൂണിറ്റും 10 ബാലറ്റ് യൂണിറ്റും പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ടുവന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ 200 എണ്ണം എറണാകുളത്ത് ഉപയോഗിക്കും. ബാക്കിയുള്ളവ ഇതര ജില്ലകളിലേക്ക് കൊണ്ടുപോകും. പോളിംഗ് ബൂത്തുകളിൽ ഉപയോഗിക്കാനുള്ള VVPAT യന്ത്രങ്ങൾ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ പുറത്തെടുത്തപ്പോഴും തകരാറ് കണ്ടെത്തിയിരുന്നു. പരിശീലനത്തിന് കൊണ്ടുപോയ ഉദ്യോഗസ്ഥർ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതാണ് കാരണമായി എന്നും അന്ന് പറഞ്ഞിരുന്നു. ശക്തമായ സൂര്യരശ്മിയേറ്റാൽ VVPAT യന്ത്രത്തിന്റെ സെൻസർ സംവിധാനം തകരാറിലാവുമെന്നും വിശദീകരണമുണ്ടായി. പ്രകാശരശ്മികൾ പതിക്കാത്ത സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന യന്ത്രങ്ങളാണ് ഇപ്പോൾ തകരാർ കണ്ടെത്തിയത്. ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ 30 VVPATും 11 കൺട്രോൾ യൂണിറ്റും 7 ബാലറ്റ് യൂണിറ്റും തകരാറിലായിരുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ 28 VVPAT യന്ത്രവും 24 കൺട്രോൾ യൂണിറ്റും 10 ബാലറ്റ് യൂണിറ്റും പ്രവർത്തന രഹിതമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.